ഞാൻ ഇന്നലെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വരികയുണ്ടായി. ആ ജഡ്ജ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഹർജിക്കാരൻ എന്ന നിലയിൽ അതിലെ ഫൈൻഡിങ്സിനോട് ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലൊക്കെ ആൻസർ പറയേണ്ട ഒന്ന് രണ്ട് കാര്യം കൂടി ഉള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചത്. അറ്റ് ദ ഔട്ട്സെറ്റ് ഐ വുഡ് സേ തീർച്ചയായിട്ടും നിരാശാജനകമായ ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്രതീക്ഷിതമായിരുന്നു. ഇങ്ങനെയൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് ശരിയാണ്. ഐ ഫെയർലി അഡ്മിറ്റ് ഞാൻ നടത്തി വന്ന ഫൈറ്റിൽ, അഴിമതിക്കെതിരായിട്ടുള്ളൊരു പോരാട്ടത്തിൽ, നിയമപരമായ നിയമയുദ്ധത്തിൽ ഒരു സെറ്റ് ബാക്കാണ്, ഒരു തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഞാൻ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ദ കോർട്ട്, ജഡ്ജ്മെൻറ്റ് പാസ്സാക്കിയ കോടതിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി ആ ജഡ്ജ്മെൻറ്റിലെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ റീസണിങ് അതിനോട് ഞാൻ വളരെ വിനയപൂർവം ഞാൻ അതിനോട് വിയോജിക്കുകയാണ്. കാരണം ഞാൻ ആർഗ്യൂ ചെയ്ത 3 പോയിന്റ്, കമ്മിങ് സ്ട്രെയിറ്റ് ടു ദ പോയിന്റ്, 3 കാര്യങ്ങളാണ് കോടതിയിൽ പറഞ്ഞിരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 2019 ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം വന്നിട്ട് ഞാൻ ഈ വിജിലൻസ് കേസ് ഫയൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ലീസ് ടെർമിനേറ്റ് ചെയ്തത്. ആ ഫാക്റ്റ് കോടതി ഡിനൈ ചെയ്തിട്ടില്ല. താങ്ക്ഫുള്ളി ആ ഫാക്റ്റ് കോടതി ഡിനൈ ചെയ്തില്ല എന്നത് സത്യമാണ്. പക്ഷേ കോടതി അതിന് കണ്ടെത്തിയ റീസൺ, അഡ്വക്കേറ്റ് ജനറലിന് ഒപ്പീനിയൻ അയച്ചു അല്ലെങ്കിൽ ഒപ്പീനിയൻ ചോദിച്ചു, അത് ഒരു അഴിമതിയാണ് എന്ന് കണ്ടെത്താൻ കഴിയുമെന്ന്. പക്ഷേ 2019 ടെർമിനേറ്റ് ചെയ്യേണ്ട ഒരു ലീസ് 2023 ഈ കേസ് ഫയൽ ചെയ്യുന്നത് വരെ അനധികൃതമായി നിയമവിരുദ്ധമായി നീട്ടി നൽകിയതിൽ അഴിമതി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം എന്നാണ് നമ്മുടെ ഈ ജഡ്ജ്മെന്റ്. ഇന്ന് പലരും, പൊതുസമൂഹത്തിലെ പലരും ധരിക്കുന്നത് ഇത് പിണറായി വിജയനെ ശിക്ഷിക്കാൻ വേണ്ട രേഖകൾ നൽകി പിണറായി വിജയനെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയൊരു ഹർജിയിലെ വിധി പോലെയാണ് പലരും ഇതിനെ കൺസീവ് ചെയ്യുന്നത്. പക്ഷെ ഇതല്ല. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സംഭവത്തിൽ അഴിമതി നടന്നിട്ടുണ്ട്, ഇത് സംബന്ധിച്ചൊരു അന്വേഷണം വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഘട്ടത്തിൽ ഒരു അന്വേഷണത്തിന് പ്രാപ്തമായ പ്രാഥമികമായ തെളിവുകൾ മാത്രമാണ് നൽകേണ്ടതുള്ളൂ. അപ്പോൾ 2019 മുതൽ 2023 വരെ നിയമവിരുദ്ധമായി ലീസിന്റെ കാലാവധി പിണറായി വിജയൻ മീറ്റിംഗ് ചെയർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ തീരുമാനപ്രകാരം ഏജിക്ക് അയച്ചതിന് ശേഷം ആ ഫയൽ ഫ്രീസറിൽ ആയി. അത് 2023 ടെർമിനേറ്റ് ചെയ്തില്ല എന്ന ഫാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടും അദ്ദേഹം പറഞ്ഞത്, കോടതി പറഞ്ഞത് അതിൽ അഴിമതി ഉണ്ട് എന്ന് നേരിട്ട് പറയാനാവില്ല എന്നതാണ്. രണ്ടാമത്തെ കാര്യം അളവിൽ കൂടുതൽ ഭൂമി കൈവശം വെച്ച ഇതിനെതിരെ നിയമ നടപടി ആരംഭിച്ചത് 2014-15 ആരംഭിച്ചതെന്ന് കൂട്ടിക്കൊള്ളണം. എന്നിട്ട് ഈ സമയം വരെ ആ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. സർക്കാരിന് കഴിയാത്തതിന് കാരണം നിയമവിരുദ്ധമായി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഈ കമ്പനിയുടെ ഭൂമിക്ക് ഇളവ് നൽകാവുന്നതാണ് എന്ന് മുഖ്യമന്ത്രി ഫയലിൽ കുറിച്ച് താഴേക്ക് വിട്ടതിന് ശേഷം നിയമവിരുദ്ധമായ ശുപാർശ ഇന്നും നിലനിൽക്കുകയാണ്. നിയമവിരുദ്ധമായ ശുപാർശ, ആ ശുപാർശയിൽ ഗവൺമെന്റിലേക്ക് ഫോർവേഡ് ചെയ്തപ്പോൾ ഗവൺമെന്റ് അതിൽ ആക്ഷൻ എടുത്തത് വേറെ കാരണം പറഞ്ഞാണ് എന്നതാണ്. പക്ഷെ ഇപ്പോഴും നിയമവിരുദ്ധമായ ശുപാർശ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ 10 വർഷമായിട്ടും ആ ഭൂമി ഏറ്റെടുക്കാൻ കഴിയാത്തത്. അതിൽ അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞതാണ് ശരിയല്ല. അതിൽ അഴിമതി ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയും.